അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ പിനെ പിയുമായിട്ടും എന്നിനെ എന്നുമായിട്ടും ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പം എന്ത് പറ്റും? ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് അയോൺസ് ആണ്. സോ ലൈക്ക് പോൾസ് റിപ്പൽസ് അല്ലെ, ലൈക്ക് പോൾസ് റിപ്പൽസ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് റിപ്പൽ ചെയ്യും, ഈ പോൾസ് അങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവിടെ നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അൾട്ടിമേറ്റ്ലി അറ്റ് സം വോൾട്ടേജ് വാട്ട് ഹാപ്പൻസ് ഈസ് ഈ പറയുന്ന ഈ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? ഇല്ലാതാവും. ഇല്ലാതായിട്ട് എന്ത് ചെയ്യും? കണ്ടക്ഷൻ ആണ്. ആ പർട്ടിക്കുലർ വോൾട്ടേജിനെ പറയുന്നതാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, VBR, ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയും. കട്ട് ഇൻ വോൾട്ടേജ് അതാണ് കാണിച്ചിരുന്നത്. നമ്മൾ വോൾട്ടേജ് പതുക്കെ കൂട്ടി 1 വോൾട്ട് ആയപ്പോൾ എന്ത് പറ്റിയും? ആ ബാരിയർ പൊട്ടൻഷ്യൽ ഇല്ലാതാവുകയും ഇതെന്ത് ചെയ്ത് കണ്ടക്ഷനിലോട്ട് ഇത് പോവുകയും ചെയ്തു. ഇതാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം ഞാൻ റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് PN, this is connected to negative and this is connected to positive. What happens is ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ് അല്ലേ. ഇപ്പൊ നെഗറ്റീവും പോസിറ്റീവും ഓപ്പോസിറ്റ് ചാർജ് ആണ്. സോ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ വൈഡൻ ദി ഡിപ്ലീഷൻ ലെയർ. അങ്ങനെ വൈഡൻ ചെയ്ത് അതായത് ഇങ്ങോട്ട് വൈഡൻ ചെയ്ത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും? ഇത്രയും വൈഡൻ ആവും. ദാറ്റ് മീൻസ് ഈ സാധനം എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ബ്രേക്ക് ഓവർ. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മളതിനെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ കേസിൽ എന്ത് ചെയ്യും? ഈ നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ ഡയോഡ് എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട്, അതായത് ഡാമേജ് ആയിപ്പോട്ട് ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. അതിനാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഡയോഡിന്റെ കേസ്. ഇനി ഡയോഡിന്റെ ക്യാരയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡയോഡിന്റെ ക്യാര V വേഴ്സസ് I ക്യാരയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ കാണിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മുടെ സാധാരണ ഡയോഡ് നമുക്കറിയാം, സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവണം അല്ലെ. സാധാരണ സ്വിച്ച്, ഈ പറഞ്ഞ ഡയോഡ് ബേസിക് സ്വിച്ച് ആണല്ലേ. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ പവർ ഡയോഡിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈവൻ ഇഫ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ തന്നെ ഇതിനകത്ത് ചില ട്രാപ്ഡ് ചാർജസ് ഉണ്ടാവും. അതായത് ഫുള്ളി ട്രാപ്ഡ് ചാർജ് വേറെ ഒന്നുമില്ല, മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ PN ജംഗ്ഷൻ. ഡിപ്ലീഷൻ ലെയർ ഉണ്ടായിരുന്നു. ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റി? ഡിപ്ലീഷൻ ലെയർ ഇല്ലല്ലോ. അപ്പൊ ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇത് ടേൺ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യണം? റീഗെയിൻ ചെയ്യണം. ഡിപ്ലീഷൻ ലെയർ റീഗെയിൻ ചെയ്യണം അല്ലേ. റീഗെയിൻ ചെയ്തിട്ട് ഒരു ഡയോഡായിട്ട് ഇരിക്കണം ഇല്ലേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ I(V)(T) എന്ന് വെച്ചാൽ ഇത് വോൾട്ടേജ് വേവ് ഫോം ആണ്. വോൾട്ടേജിന്റെ വേരിയേഷൻ ആണ്. ഇത് കറണ്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടം വരെ നെഗറ്റീവ് വോൾട്ടേജ് ആണ്. നമ്മൾ ഇവിടുന്ന് വോൾട്ടേജ് കൂട്ടി പീക്ക് വോൾട്ടേജ് എത്തി. കറണ്ട് ലീനിയർ ആയിട്ട് കൂടി ഇവിടെ എത്തി, ഓണായി. കറണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വോൾട്ടേജ് കുറയും. എന്താ? വോൾട്ടേജ് കുറയല്ലേ, കറണ്ട് കൂടുമ്പോഴത്തേക്ക് കറണ്ട് മാക്സിമം ആണ്. സോ വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു, ഇവിടെ എത്തി. ഈ പോർഷൻ നോക്കിയേ, ഇവിടെ വെച്ച് T3 എന്ന് പറയുന്ന കറണ്ട് നോക്ക്, ഇവിടെ ഉണ്ട്. T3 T4 ആവുമ്പോഴത്തേക്ക്, T4 ആകുമ്പോൾ പറ്റും നോക്ക്, ഇത് 0 ആയി.
പക്ഷെ ആ സമയം വോൾട്ടേജ് എന്താവുന്നില്ല, 0 ആവുന്നില്ല. ആവുന്നുണ്ടോ? ഇല്ല. പിന്നെയും ഈ കറണ്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് ഡയറക്ഷനിൽ പോകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ട്രാപ്ഡ് ചാർജിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി, ട്രാപ്ഡ് ആകുന്ന ഇല്ലാതാക്കാൻ, ട്രാപ്ഡ് കണ്ടക്ടിങ് ചാർജസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതെന്ത് ചെയ്യും, വീണ്ടും നെഗറ്റീവിലോട്ട് പോവും, ഇവിടെ എത്തും. ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, 0 ആവുന്നത്. അപ്പോഴും കറണ്ട് 0 ആയില്ല. വീണ്ടും കറണ്ട് എന്ത് ചെയ്യും, കൂടി സെറ്റിൽ ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് റീഗെയിൻ ചെയ്യും. അതായത് T4 ഉം T5 ഉം ഈ ഒരു പീരീഡ് എന്ന് പറയുന്ന ടൈമാണ് TRRR ഈക്വൽ ടു T4 പ്ലസ് T5. ഇതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിക്കവറി ടൈം. ഇതാണ് റിവേഴ്സ് റിക്കവറി ടൈം. അതായത് റിക്കവറി ടൈം ആണ് റിവേഴ്സ് റിക്കവറി ടൈം. റിവേഴ്സ് റിക്കവറി ടൈം മനസ്സിലായോ? ഇനിയുണ്ട്, പല പേരുകളുണ്ട്. റൈസ് ടൈം, ഫോൾ ടൈം എന്നൊക്കെ ഉണ്ട്. റൈസ് ടൈം ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടുന്ന് കൂടുന്ന റൈസ് ടൈം, താഴേക്ക് വീഴുന്ന ഫോൾ ടൈം, സെറ്റിലിംഗ് ടൈം ഉണ്ട്. അങ്ങനെ പല പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, T4 ഉം T5 കൂടെ കൂട്ടുന്നതാണ് എന്ത്, റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയാം. അപ്പം നമുക്ക് നോക്കാം. റിവേഴ്സ് റിക്കവറി ടൈം അല്ലെ റിവേഴ്സ് റിക്കവറി എന്ന് വെച്ചാൽ ടൈം ഇന്റർവൽ TRR equal T4 plus T5. Often time as reverse recovery time. TRR is the reverse recovery time. QRR എന്ന് പറയുന്നത്, ഈ QRR എന്ന് പറയുന്നത്, QRR കണ്ടോ, QRR എന്നുവെച്ചാൽ IRR TRR by 2. കാരണം വേറെ ഒന്നുമല്ല, 1/2 IT എന്നിട്ടും I into T ആണ് Q എന്ന് പറയുന്നത്. അതായത് ഈ ഏരിയ എടുക്കുന്നു, ഈ ഏരിയ എടുക്കുന്നു, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഏരിയ എടുക്കുന്നു. അപ്പം 1/2 ഇൻറ്റു I ഇൻറ്റു T. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. IRR എന്താ, റിവേഴ്സ് റിക്കവറി കറണ്ട്, TRR റിവേഴ്സ് റിക്കവറി വോൾട്ടേജ്, റിവേഴ്സ് റിക്കവറി ടൈം. അപ്പൊ IRR TR ഈ ഒരു ഏരിയ ആണ് 1/2 IR. അപ്പൊ ഇത്രയും ഈ ഒരു പോർഷൻ ആണ് എന്ത്, അതിന്റെ QRR എന്ന് പറയുന്നത്. ഇത്രയാണ് QR. ആ ഏരിയ എടുക്കുമ്പോൾ, കാരണം കറണ്ട് ഇൻറ്റു ടൈം എന്താ, Q ആണ്. അപ്പൊ ഇതാണ് ഒരു ആവറേജ് ചാർജ്. ഇത്രയും ചാർജ്, ഈ ചാർജ് ആണ് റിവേഴ്സ് റിക്കവറി ചാർജ്. ഇത്രയും ചാർജസ് ആണ് ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടത്, റിക്കവർ ചെയ്യേണ്ടത്. DIR/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിവേഴ്സ് കറണ്ട്. റിവേഴ്സ് കറണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഈ കാണിച്ചിരുന്നത്. DIR/dt ഇങ്ങനെ താഴേക്ക് പോകണം. ഈ സ്ലോപ്പ് DIR/dt ആണ് റിവേഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത്. S എന്ന് പറയുന്ന സോഫ്റ്റ്നെസ് ഫാക്ടർ ആണ്. അത് അറിഞ്ഞിരിക്കുക. ഈ S എന്ന് പറയുന്ന സോഫ്റ്റ്നെസ് ഫാക്ടർ എന്ന് പറയുന്നത് T5/T4 ആണ്. അതായത് ഈ പറയുന്ന ഈ റേഷ്യോ T5, ഇവിടുന്ന് ഇതും T5/T4. TRRന്റെ രണ്ട് കമ്പോണന്റ് TF5/T4 ആണ് ഇത് സോഫ്റ്റ്നെസ് ഫാക്ടർ. അപ്പൊ സോഫ്റ്റ്നെസ് ഫാക്ടർ വെച്ച് നമ്മള് ഫാസ്റ്റ് റിക്കവറി ഡയോഡ്, സോഫ്റ്റ് റിക്കവറി ഡയോഡ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു. ഇത് വെച്ചിട്ട് റിവേഴ്സ് റിക്കവറി ടൈം ഇക്വേഷൻ ഉണ്ട്, ഓർത്തിരിക്കുക. TRR equal to QRR into 1 plus S by DIR/dt. അതായത് റിവേഴ്സ് റിക്കവറി കറണ്ട് √2QRR into DIR/dt S plus 1 എന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, കാരണം നിങ്ങൾക്ക് അനാലിസിസ് ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ പറഞ്ഞ കണക്ക് ഈ ഒരു റിവേഴ്സ് റിക്കവറി ടൈം എന്താണ്, റിവേഴ്സ് റിക്കവറി കറണ്ട് എന്താണ്, റിവേഴ്സ് റിക്കവറി ചാർജ് എന്താണ്, സോഫ്റ്റ്നെസ് ഫാക്ടർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതി. ഇതിന്റെ അനാലിസിസ് നിങ്ങൾക്ക് വേണ്ട. ഇത് ബിടെക് ലെവലുള്ള എക്സാംസിന് മാത്രം മതി. പറയുന്നേ ഉള്ളൂ. ഇനി പവർ ഡയോഡ് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഡയോഡിനെ കുറിച്ച് പറയുന്നത് ഷോർട്ട് കീ ഡയോഡ്സ്. ഷോർട്ട് കീ ഡയോഡ്സ് എന്ന് പറയുന്നത് സാധാ PN ജംഗ്ഷൻ ഡയോഡിനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ടുള്ള ഡയോഡ്സ് ആണ് എന്ത്, നമ്മുടെ ഷോർട്ട് കീ ഡയോഡ്സ്. ഷോർട്ട് കീ ഡയോഡ്സ് ടേൺ ഓൺ ആൻഡ് ഓഫ് ഫാസ്റ്റർ ദാൻ PN. സാധാ PN ജംഗ്ഷനെക്കാട്ടിലും വളരെ വേഗത്തിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്ന ഒരു ഡയോഡ് ഷോർട്ട് കീ ഡയോഡ്സ് എന്ന് പറയും. അതുപോലെ ഷോർട്ട് കീ ഡയോഡിന് ഓൺ സ്റ്റേറ്റ് ലോസ് കുറവായിരിക്കും.
ഓൺ ചെയ്യുമ്പോൾ ലോസ് കുറവായിരിക്കും ദാൻ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്. അതേപോലെ അതിന് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും കുറവായിരിക്കും. ഇപ്പം പി എൻ ജംഗ്ഷൻ ആകുമ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും കുറവായിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഗ്രാഫിനകത്ത്. കണ്ടോ, ഷോർട്ട് കീ ഡയോഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, ടേൺ ഓൺ ആവും, പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും. സാധാരണ പി എൻ ജംഗ്ഷൻ ഇവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നത്, ടേൺ ഓൺ ആവുന്നത് ഇവിടുന്നാണ്. പക്ഷേ ഷോർട്ട് കീ ഡയോഡ് അതിനെക്കാട്ട് മുമ്പേ ടേൺ ഓൺ ആവും, ബ്രേക്ക് ഡൗൺ ആവും. ഇത് വെച്ചിട്ട് ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഡയോഡ്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഡയോഡ്സ്, പിന്നെ ഡയോഡ്സ് യൂണി ജംഗ്ഷൻ യൂണി ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുക. ഒരു ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്തുള്ളൂ. യൂണി ഡയറക്ഷൻ ഡയോഡാണ്, യൂണി ഡയറക്ഷനിലാണ്. പിന്നെ യൂണിപോളാർ ആണ്. യൂണിപോളാർ എന്ന് വെച്ചാൽ അതിന്റെ കെറി ഡിവൈസ് ഒന്ന് മാത്രമാണ്. ഇപ്പം യൂണിപോളാർ ആണ്. ഇപ്പൊ യൂണിപോളാർ, യൂണി ഡയറക്ഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഡയോഡ്സിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, പവർ ഡയോഡ് എന്താണ് പറഞ്ഞു, ഡയോഡ്സിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. കാരണം നിങ്ങളുടെ സിലബസിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. എന്താണ് പവർ ഡയോഡ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്പറേഷൻ ആണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, കട്ട് ഇൻ വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞു. കൺസ്ട്രക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്തത് നമുക്ക് ബി ജെ ടി, പവർ ബി ജെ ടി, പവർ ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ബൈപോളാർ ജംഗ്ഷൻ, ബൈപോളാർ. ഇത് ബൈപോളാർ ആണ്. ഇതൊരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്, വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് അല്ല. ഇതൊരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കറണ്ട് കൺട്രോൾ ഡിവൈസ് നമ്മളിപ്പോൾ അവസാനം എഴുതിയിട്ടുണ്ട്. കറണ്ട് കൺട്രോൾ, കറണ്ട് ആണ് എൻ്റെ ടേൺ ഓൺ ടേൺ ഓഫ് ഒക്കെ നിശ്ചയിക്കുക. കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. ഇവിടെയും ഓർത്തിരിക്കുക, നമുക്കറിയാം രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒന്ന് എൻ പി എനും മറ്റേത് പി എൻ പി. ഇവിടെ കാണിച്ചിട്ടുണ്ട് എൻ പി എനും പി എൻ പി. അതിൻ്റെ ആര നോക്കുക, പുറത്തേക്കാണെങ്കിൽ എൻ പി പുറത്തേക്ക്, അകത്തേക്കാണെങ്കിൽ പി എൻ പി ആണെങ്കിൽ. ഇനി അത് 3 ടെർമിനലാണ് ബേസിക്കലി ഉള്ളത്. കളക്ടർ, എമിറ്റർ, ബേസ്. കളക്ടർ, എമിറ്റർ, ബേസ് എന്ന് പറഞ്ഞ 3 ടെർമിനലാണ് നമ്മുടെ ബി ജെ ടിക്കകത്ത് ഉള്ളത്. ഇവിടെയും നമ്മുടെ കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കുമ്പോൾ, സാധാരണ നോർമൽ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പറയാം, 3 ലെയർ ഡിവൈസ് ആണ് പി എൻ പി. എന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. ഫോർവേഡ് ബയാസ്, ഇതിനെ റിവേഴ്സ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് ഓർത്തിരിക്കുക, ഇവിടെ എമിറ്ററിലേക്ക് ഒരു എൻ പ്ലസ് റീജിയൻ ഇംപ്രിന്റ് ചെയ്തേക്കാണ്. എമിറ്ററിലേക്ക് ഒരു എൻ പ്ലസ് റീജിയൻ ഡിഫ്യൂസ് ചെയ്തിപ്പിച്ചേക്കാണ്. എവിടേക്ക്? ഒരു പി റീജിയനിലേക്ക്. ഒരു പി റീജിയൻ, പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് ഒരു എൻ പ്ലസ് റീജിയൻ എന്ത് ചെയ്തേക്കാണ്, ഇൻഫ്യൂസ് ചെയ്തേക്കാണ്. ആ എൻ പ്ലസ് റീജിയന്റെ അവിടെയാണ് എന്ത് കണക്ട് ചെയ്തേക്കുന്നത്, എമിറ്റർ കണക്ട് ചെയ്തത്. മനസ്സിലായില്ല? മറ്റേ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് കുറച്ച് ഭാഗം ഒരു എൻ പ്ലസ് റീജിയൻ എന്ത് ചെയ്തു, അത് ഇൻഫ്യൂസ് ചെയ്തു, അവിടെ എമിറ്റർ കൊടുത്തു. പിന്നെ ഒരു എൻ മൈനസ് റീജിയനും ഒരു എൻ പ്ലസ് റീജിയനും. എൻ മൈനസ് റീജിയൻ ആയിരിക്കും കളക്ടർ ട്രിപ്പ് റീജിയൻ. എൻ പ്ലസ് റീജിയനിലേക്ക് എന്ത് ചെയ്തു, കളക്ടർ കൊടുത്തു. പിന്നെ ഈ പി റീജിയനിലേക്ക് എന്ത് ചെയ്യും, ആ ബേസ് അവിടെ കണക്ട് ചെയ്തേക്കുന്നു എന്നൊക്കെ ചോദിച്ചോളെ. പി ടൈപ്പിലേക്കാണ് ബേസ് കണക്ട് ചെയ്തത്. അപ്പം പവർ ബി ജെ ടി ബേസ് ഈസ് കണക്റ്റഡ് ടു പി ടൈപ്പ് സെമി കണ്ടക്ടർ, എൻ പ്ലസ് സെമി കണ്ടക്ടർ, എൻ മൈനസ് സെമി കണ്ടക്ടർ, നൺ ഓഫ് ദി അബോവ്. അങ്ങനെ ചോദിച്ചോളെ. അപ്പൊ പി ടൈപ്പിലേക്കാണ് ബേസ് കണക്ട് ചെയ്തത്. എമിറ്റർ എൻ പ്ലസിലേക്കാണ് കണക്ട് ചെയ്തത്, കളക്ടർ എൻ പ്ലസിലേക്ക് കണക്ട് ചെയ്തത്. അത് ഓർത്തിരിക്കുക. ഇനിയും നമ്മുടെ ഒരു ബേസിക് ഇക്വേഷൻ, എമിറ്റർ കറണ്ട് ആണ് ഓർത്തിരിക്കുക. എമിറ്റർ കറണ്ട് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. എമിറ്റർ കറണ്ട് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ. ഇതാണ് ഒരു ബേസിക് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഡിവൈഡ് ബൈ ഐ സി ചെയ്യാന്ന് വെച്ചോ. കളക്ടർ കറണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം
മൂന്ന് കറണ്ട് ഉണ്ട്, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ IE by IC is equal to IB by IC is plus IC by IC. ഇത് ചെയ്യുമ്പോഴത്തേക്ക് IE by IC is equal to 1 plus IB by IC. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി IE by IC, അതായത് എമിറ്റർ കറണ്ട് ബൈ കളക്ടർ കറണ്ട്. ആക്ച്വലി ആൽഫ എന്ന് പറയുന്ന ഒരു ഗെയിൻ ഉണ്ട്, കറണ്ട് ഗെയിൻ ആണ്. ആൽഫ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് IC by IE ആണ്. കളക്ടർ കറണ്ട് ബൈ എമിറ്റർ കറണ്ട് ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഗെയിൻ. ആൽഫ ഗെയിൻ എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ഡിവൈഡ് ബൈ എമിറ്റർ കറണ്ട്. അപ്പൊ ഇവിടെ IE by IC ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? റെസിപ്രോക്കൽ ആവും 1 by ആൽഫ ആവും. മനസ്സിലായോ? ഈക്വൽ ടു 1 പ്ലസ്, ഇനി വേറൊരു കറണ്ട് ഗെയിൻ ഉണ്ട്, ബീറ്റ. ആ ബീറ്റ എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ബൈ ബേസ് കറണ്ട് ആണ്. കളക്ടർ കറണ്ട് ബൈ ബേസ് കറണ്ട് ആണ്. അപ്പൊ അവിടെ നോക്ക്, ഇവിടെയും IC by IB ആണ്, ഇവിടെ IB by IC ആണ്. സോ 1 by ബീറ്റ. സോ 1 by ആൽഫ ഈക്വൽ ടു 1 പ്ലസ് 1 by ബീറ്റ. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ചോദിക്കാം. ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1, ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അതേപോലെ IC എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് VC, അതായത് VC എന്ന് പറയുന്നത് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്, അതായത് ഇവിടുത്തെ വോൾട്ടേജ്. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഡിവൈഡ് ബൈ RD. RD എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ VC ബൈ RD ആണ് കളക്ടർ. അതിന്റെ വ്യക്തമായ അനാലിസിലേക്ക് പോകണ്ട, ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1, ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ. ഇനി ഇതിനകത്ത് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, അത് നോക്കാം. ഒന്ന്, ഏറ്റവും ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഏതാണ്? NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ പവർ സ്വിച്ചസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. ദാൻ PNP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NPN ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ ഡ്രിഫ്റ്റ് റീജിയന്റെ തിക്നെസ് ഏതാ? ഡ്രിഫ്റ്റ് റീജിയൻ ഇതാണ് ഡ്രിഫ്റ്റ് റീജിയൻ. ഈ ഡ്രിഫ്റ്റ് റീജിയന്റെ കനം അല്ലെങ്കിൽ തിക്നെസ് ആണ് അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അത് ഓർത്തിരിക്കും, വളരെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ എമിറ്റർ കറണ്ട് ആണ് ഏറ്റവും വലിയ കറണ്ട്, അറിയാലോ? കാരണം എമിറ്റർ കറണ്ട് ആണ് കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്. ബേസ് കറണ്ട് ആണ് ഏറ്റവും ചെറുത്. ബേസ് കറണ്ട് ആണ് ഏറ്റവും ചെറുത്. ഓക്കെ. ഇനി ഇതിനകത്ത് വേറെ കുറച്ച് കഥയുണ്ട്, നോക്കാം. BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറണ്ട് കൺട്രോൾ ഡിവൈസ്? മോസ്ഫെറ്റ്, IGBT എന്ന് പറയുമ്പോൾ BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അതേപോലെ മൈനോറിറ്റി ക്യാരി ഡിവൈസ് ആണ്. മൈനോറിറ്റി ക്യാരി ഡിവൈസ് ആണ് BJT എന്ന് പറയുന്നത്. പവർ BJTക്ക് കറണ്ട് ഗെയിൻ കുറവാണ്, ഓർത്തിരിക്കും. അതേപോലെ ടേൺ ഓൺ ടേൺ ഓഫ് ടൈംസ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ ടേൺ ഓൺ ടേൺ ഓഫ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ ആ ജംഗ്ഷന്റെ കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് വെച്ചാൽ എന്താണ്? സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, അല്ലേ? അപ്പം കപ്പാസിറ്റൻസ് അനുസരിച്ചാണ് ടേൺ ഓൺ ടേൺ ഓഫ് ടൈം മാറുന്നത് ട്രാൻസിസ്റ്റർ. കാരണം ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്യുമ്പോഴത്തേക്ക് ജംഗ്ഷൻ കപ്പാസിറ്റേഴ്സ് ഒരു എഫക്റ്റൻസ് വരും. മനസ്സിലായല്ലോ? കാരണം ആ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ടായതുകൊണ്ട്, കാരണം ഓരോ കറണ്ട് കടന്നു പോകുമ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ചാർജ് ആവും, ഡിസ്ചാർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ചാർജിങ് വോൾട്ടേജ് അല്ലെങ്കിൽ ചാർജിങ് കറണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ടേൺ ഓൺ ടേൺ ഓഫ് ആവത്തില്ല. ഏതാ? ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ടേൺ ഓഫ്. അപ്പം ചാർജിങ് കറണ്ട് ഡിസ്ചാർജിങ് ഉണ്ടായിട്ട് തന്നെ കപ്പാസിറ്റൻസ്, ട്രാൻസിസ്റ്ററിന്റെ കപ്പാസിറ്റൻസ് കാരണം എന്താണ്, ഈ ടേൺ ഓൺ ടേൺ ഓഫ് ടൈം ഇൻസ്റ്റന്റ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ
പവർ ബി ജെ ടിയെ കുറിച്ച് വേറെ എന്തെങ്കിലും നോക്കട്ടെ. പിന്നെ അതും ഡിലേ ടൈം, റൈസ് ടൈം, ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സും ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സിലബസിനകത്ത് ടേംസ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. കാരണം അത് ചുമ്മാ പഠിച്ച് അത്രയും സമയം കളയണ്ട. കാരണം വാസ്റ്റ് സിലബസ് ആണ്. ചുമ്മാ നമ്മൾ ഒരു ഇൻപുട്ട് ഇല്ലാത്ത ഒരു ഔട്ട്പുട്ട് ഇല്ലാത്ത കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബി ജെ ടിയെ കുറിച്ച് അത്രയും കാര്യങ്ങൾ പറയാത്തത്. ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സും ഈ ചില ടേംസ് ഉണ്ട്. വേറൊന്നുമല്ല, ഡിലേ ടൈം. ഡിലേ ടൈം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ കളക്ടർ കറണ്ട് 0-ൽ നിന്ന് 0.1 IC എന്ന് പറയുന്ന സമയം എടുക്കാനോ അല്ലെങ്കിൽ എത്ര സമയം എടുക്കുമോ, അല്ലെങ്കിൽ തിരിച്ച് വോൾട്ടേജ് ഫോളോ ചെയ്യുന്നു. കണ്ടക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് കൂടുന്നു, വോൾട്ടേജ് ഫോളോ ചെയ്യുകയാണ്. അപ്പം ഡിലേ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈം ഡ്യൂറിംഗ് വിച്ച് കളക്ടർ കറണ്ട് റൈസസ് ഫ്രം 0 to 0.1 IC ആൻഡ് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഫോൾ ഫ്രം VCC. കളക്ടർ കട്ട് വോൾട്ടേജ് VCC ന്ന് 0.99 VCC വീഴാനുള്ള സമയം. അതിനാണ് ഡിലേ ടൈം എന്ന് പറയുന്നത്. ഡിലേ ടൈമിന് ശേഷം എന്ത് പറ്റുമെന്ന് വെച്ചാൽ കറണ്ട് റൈസ് ചെയ്യും. 0.1 IC ന്ന് 0.9 IC അത് കൂടും. ആ സമയം എന്ത് ചെയ്യും, നമ്മുടെ വോൾട്ടേജ് വീണ്ടും ഫോൾ ചെയ്യും. 0.9 VCC ന്ന് 0.1 VCC വരും. ആ സമയത്ത് റൈസ് ടൈം എന്ന് പറയും. അപ്പൊ ആദ്യമേ ഡിലേ ടൈം, പിന്നെ റൈസ് ടൈം. മനസ്സിലായോ? ഈ ഡിലേ ടൈം റൈസ് ടൈം ചേർന്നാണ് ഓൺ ടൈം എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയമാണ് എന്ത്, ഓൺ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഓൺ ടൈം കൺസിസ്റ്റിംഗ് ഓഫ് 2 types ഓഫ് ടൈം, ഡിലേ ടൈം ആൻഡ് റൈസ് ടൈം. ഡിലേ ടൈം എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എ ടൈം ഡ്യൂറിംഗ് വിച്ച് ദ കളക്ടർ കറന്റ് റൈസസ് ഫ്രം 0 to 0.1 ICS ആൻഡ് ദ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഫോൾസ് ഫ്രം VCC to 0.9 ICC. അതേപോലെ ഡിലേ ടൈമിന് ശേഷം റൈസ് ടൈം എന്ന് പറയുന്നത് 0.1 ICS ന്ന് 0.9 ICS പോകുക, അല്ലെങ്കിൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് 0.9 VCC ന്ന് 0.1 VCC വീഴുന്ന സമയമാണ് ഓൺ ടൈം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അതേപോലെ ഓഫ് ടൈം, ഓഫ് ഓൺ ടൈം. ഓൺ മാത്രമല്ല, ഓഫ് ആണല്ലോ. ഓഫിനകത്തുള്ള ഒരു ടൈമാണ് ഇവിടെയും. നോക്കുക, പെട്ടെന്ന് ഓഫ് ചെയ്തില്ല, കാരണം ഈ പറഞ്ഞ ചാർജ് ക്യാരിയേഴ്സ് ആണ്, ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ആ സ്റ്റോർഡ് ചാർജ് എന്ത് ചെയ്യണം, അതിനെ ഇല്ലാതാക്കണം. അപ്പൊ അവിടെ ഉള്ള ഒരു കാര്യമാണ് സ്റ്റോറേജ് ടൈം അല്ലെങ്കിൽ സെറ്റിലിംഗ് ടൈം എന്ന് പറയും. ആ സ്റ്റോറേജ് ടൈം എന്ന് പറയുന്നത് തിരിച്ചാണ്. അതായത് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ട്രാൻസിസ്റ്ററിന്റെ പറഞ്ഞ ICS ആണ് അല്ലേ, ICS ആണ് മാക്സിമം. ആ ICS 0.9 ICS വരാനുള്ള സമയമാണ്. അല്ലെങ്കിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCS ന്ന് 0.1 VCC വരാനുള്ള സമയമാണ് ഇത് സ്റ്റോറേജ് ടൈം അല്ലെങ്കിൽ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം ഫോൾ ടൈം ഉണ്ട്. ഫോൾ ടൈം എന്ന് പറഞ്ഞാൽ നേരെ 0.9 ICC ന്ന് 0.1 ICS അല്ലെങ്കിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് റീഗെയിൻ ചെയ്യുക 0.1 VCC ന്ന് 0.9 VCC വീഴുന്നതാണ് ട്രാൻസിസ്റ്ററിന്റെ ഫോൾ ടൈം. ഇത് രണ്ടുകൂടെ കൂട്ടുന്നതാണ്. ഇതാണ് സെറ്റിലിംഗ് ടൈമും അല്ലെങ്കിൽ സ്റ്റോറേജ് ടൈമും ഫോൾ ടൈമും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓഫ് ടൈം കിട്ടുന്നത്. ഓർത്തിരിക്കും. അപ്പൊ ടി കണ്ടക്ഷൻ പീരിയഡ് ട്രാൻസിസ്റ്റർ ആണ് ടി ഓൺ, ഓഫ് പീരിയഡ് ആണ് ടി ഓഫ്, സ്വിച്ചിങ് ഫ്രീക്വൻസി ടി ആണ്, 1/f ആണ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പം ഓൺ ടൈം ഓഫ് ടൈം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കും. ട്രാൻസിസ്റ്ററിന്റെ ക്യാര നിങ്ങൾക്ക് അറിയാലോ, ഔട്ട്പുട്ട് ക്യാരയൊക്കെ. അത് ജസ്റ്റ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണിത്. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്യാര ഞാൻ പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞു. ക്യാരയുടെ കാര്യമൊന്നും ഇല്ല ഇവിടെ, എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച വളരെ ഷോർട്ട് ടോപ്പിക് ആണ്. തുടങ്ങിയെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിച്ച 2 സ്വിച്ചിങ് ഡിവൈസ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. ഒന്നെന്താണ്, പവർ ഡയോഡും, മറ്റേ എന്താണ്, BJT. പവർ ഡയോഡും BJT. നാളെ നമ്മൾ മോസ്ഫെറ്റ്, IGBT പഠിക്കും, ഒപ്പം UJT ആണ് പഠിക്കും. ഓക്കെ, അതിന്റെ ടേംസും കാര്യങ്ങളും പറയും. ക്രമേണ നമ്മൾ തീർക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ക്വസ്റ്റ്യൻസ്
രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, പവർ ഡയോഡ് ഇസ് ഇൻ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ആൻഡ് ഫോർവേഡ് കറന്റ് ഇസ് നോട്ട് നൗ ഡിക്രീസ് ദ റിവേഴ്സ് റിക്കവറി ടൈം TR ഇക്വേഷൻ 1/2 di/dt RS ഓൾറെഡി നമുക്ക് പഠിച്ചാണ്. സെയിം ഇക്വേഷൻ ആണ് ഇവിടെ ആൻസർ വരുന്നത്. പിന്നെ ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ടൈം ഓഫ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ഓൺ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഞാൻ ഓൾറെഡി ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം നമ്മളിന്ന് പഠിച്ചതാണ്. പിന്നെ ഇതൊക്കെ പവർ മോസ്ഫെറ്റ് ആണ്. ഇതൊക്കെ ഇനി പഠിക്കത്തേ ഉള്ളൂ. മോസ്ഫെറ്റ് IGBT ഇല്ല, മോസ്ഫെറ്റിനെ കുറിച്ചിരിക്കണം. പിന്നെ ഇത് ഞാൻ BJTയുടെ ഫോർ എ ഡയോഡ് റിവേഴ്സ് റിക്കവറി ടൈം ഈസ് ഡിഫൈൻഡ് ആസ് എ ടൈം ബിറ്റ്വീൻ ഇൻസ്റ്റന്റ് ഡയോഡ് കറന്റ് ബിക്കം 0 ആൻഡ് ഇൻസ്റ്റന്റ് റിവേഴ്സ് റിക്കവറി കറന്റ് ഡീക്കേസ് ടു 25%. 25 IRM 25%. അത് ആണ് ഈ പടം. ഞാൻ പറഞ്ഞു IRMന്റെ 25%, 1/4, 25% ആവുന്ന സമയമാണ് എന്ത് എന്ന് പറയുന്നത്. ഡയോഡിന്റെ കട്ട് ഇൻ വോൾട്ടേജ് വെച്ചിട്ടുണ്ട് 0.7 1 വോൾട്ടും നമുക്കറിയാനാണ്. സോഫ്റ്റ്നെസ് ഫാക്ടറിന്റെ വാല്യൂ, ഞാൻ സോഫ്റ്റ്നെസ് ഫാക്ടർ വെച്ചാൽ സോഫ്റ്റ് റിക്കവറി ഉണ്ട്, ഫാസ്റ്റ് റിക്കവറി ഉണ്ട്. ഞാൻ പറഞ്ഞു സോഫ്റ്റ്നെസ് ഫാക്ടർ S എന്ന് പറയുന്നത് ആ രണ്ട് ടൈം T5/T4 ആണ്. അപ്പൊ ഇതിന്റെ രണ്ട് ടൈപ്പ് വരും. ഒന്ന്, ഇത് ലെസ് ദാൻ 1 വരാം, അല്ലെങ്കിൽ ഈക്വൽ ടു 1 വരാം. ഈക്വൽ ടു 1 വന്നാൽ S ഈക്വൽ ടു 1 വന്നാൽ അതിനെ പറയും സോഫ്റ്റ് റിക്കവറി ടൈം. അത് പതുക്കെ റിക്കവർ ചെയ്തോളൂ. റിക്കവറി ടൈം കൂടുതലായിരിക്കും. S ലെസ് ദാൻ 1 വന്നാൽ അത് ഫാസ്റ്റ് റിക്കവറി ടൈമാണ്. ഫാസ്റ്റ് റിക്കവറി ഡയോഡാണ്. ഫാസ്റ്റ് റിക്കവറി ടൈം. അപ്പൊ അതാണ് കാണിച്ചിരുന്നത്. സോഫ്റ്റ്നെസ് ഫാക്ടർ ലെസ് ദാൻ 1 വന്ന സോഫ്റ്റ് റിക്കവറി, ലെസ് ദാൻ 1 വന്ന ഫാസ്റ്റ് റിക്കവറി. അതുപോലെ റിവേഴ്സ് റിക്കവറി കറന്റ് ഇൻ ഡയോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനാണ്? സ്റ്റോറേജ് ചാർജ്. ഞാൻ ചാർജ് സ്റ്റോർ ചെയ്യും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇൻ BJT ബീറ്റ ഈക്വൽ ടു α/1 - α. ഞാൻ ഇപ്പൊ കണ്ടാണ് നമ്മുടെ ഇക്വേഷൻ. ബീറ്റ ഈക്വൽ ടു α/1 - α എന്ന ഇക്വേഷൻ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോസ്ഫെറ്റിനെ കുറിച്ചാണ്. തൈറിസ്റ്ററിനെ കുറിച്ചാണ്. തൈറിസ്റ്റർ, SCR, ഓക്കെ. നാളെ പവർ ഡയോഡ്സും BJT കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത UJT, പവർ മോസ്ഫെറ്റ് തുടങ്ങിയവ നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, പതുക്കെ പോയാൽ മതി, സമയമുണ്ട്. വളരെ വ്യക്തമായിട്ട് പോയാൽ മതി. എന്തായാലും പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ നിർത്താം. നാളെ നമുക്ക് അടുത്ത ടോപ്പിക്ക്. അപ്പം ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ് ഇവിടെ അടുത്ത ടോപ്പിക്ക്. സോ നമ്മൾ BJTയും പവർ ഡയോഡാണ് എടുത്തത്. അതാണ് തീർന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നാളെ ചെയ്യിപ്പിക്കും. ഇന്ന് കുറച്ച് ചെയ്യിപ്പിച്ചു. നാളെ നമ്മൾ മോസ്ഫെറ്റും UJTയും IGBTയും ഈ 3 ഡിവൈസ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ നിർത്താം. So thank you.